എല്ലാവർക്കും നിസാംസ് വ്ലോഗിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ചെറായിലെ ക്ലബ് മഹേന്ദ്രയുടെ ഒരു റിസോർട്ടുണ്ട്. ആ റിസോർട്ട് ബേസ് ചെയ്ത് കുറച്ച് ഫിഷിങ് എങ്ങനെ ആവുമെന്ന് എനിക്കറിയില്ല. അവിടെ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഫിഷിങ് നന്നായിട്ട് നടക്കുന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. നിസാം വ്ലോഗ് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. കാരണം ആദ്യം തന്നെ പറയുന്നത് പിന്നീടായ ചിലപ്പോൾ നിങ്ങളെല്ലാവരും മറന്നു പോകും. വീഡിയോസ് ഒന്നും മിസ്സാവാതിരിക്കാൻ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കുക. ഈ ഇടയ്ക്കൊരു തമാശയുണ്ടായി. എൻ്റെ കാലിൻ്റെ സർജറി ചെയ്ത് ഡോക്ടർ എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, നിസാമിൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ടല്ലേ? യാദൃശ്ചികമായിട്ട് ഡോക്ടർ അത് കാണാനിടയായി. അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു, നിസാമിൻ്റെ ചാനലിൻ്റെ പേര് നിസാം വ്ലോഗ്സും, എന്നിട്ട് അതിൽ കാണിക്കുന്നത് മുഴുവൻ മീൻ. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതോ മുക്കുമൻ ഫാമിലിയിൽ കയറി ചെന്ന ഒരവസ്ഥയാണ്. ഇതെന്താ നിസാമേ ഇങ്ങനെ? എങ്കിൽ പിന്നെ ഒരു ഫിഷിംഗ് റിലേറ്റഡ് ഒരു പേരിട്ടാൽ പോരെ? ഡോക്ടറെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഫിഷിംഗ് മാത്രം ഉൾപ്പെടുന്ന ഒരു ചാനലല്ല. പിന്നെ ഫിഷിംഗ് ആണ് എൻ്റെ ഒരു പാഷനും എൻ്റെ ഒരു ടേസ്റ്റും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ സബ്ജക്റ്റ് കൂടുതൽ വരുന്നത്. അപ്പോൾ നമ്മുടെ യാത്രാമധ്യയിൽ ഇപ്പോൾ ഹൈക്കോടതി ജംഗ്ഷൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇത് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം. ഇതിൻ്റെ അകത്ത് ഞാൻ കയറാനിടയായി. ഒരുപാട് മത്സ്യങ്ങളുടെ ഒരുപാട് കളക്ഷനുള്ള ഒരു സ്ഥലമാണ്. വളരെയധികം സെക്യൂരിറ്റി അവർ നൽകുന്നുണ്ട് ഗവൺമെൻറ്. കാരണം ഇതൊരു രാജ്യസുരക്ഷയുടെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെയൊക്കെ ഒരു ഭാഗമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. കേരളത്തിലൊരു പക്ഷേ ഏറ്റവും കൂടുതൽ ഫ്ലാറ്റ് സമുച്ചയങ്ങളുള്ള ഒരു ഏരിയയും കൂടിയാട്ടോ ഇത്. ഇതാണ് ലുലു ബോൾഗാട്ടി കൺവെൻഷൻ സെൻറ്റർ, ഏഷ്യാസ് ബിഗസ്റ്റ് വൺ. അതിൻ്റെ അപ്പുറം കാണുന്നതാണ് ഗ്രാൻഡ് ഹയാത്ത് 5 സ്റ്റാർ ഹോട്ടലാണ്. നമ്മുടെ ഇന്ത്യയിലെ ഒരു പ്രത്യേകത എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ കാണിക്കുന്നത്. നമ്മുടെ ഗ്രാൻഡ് ഹയാത്തിൻ്റെ എൻട്രിയാണ്. അതായത് ഇന്നിപ്പോൾ കേരളത്തിലുള്ളതിലെ ഏറ്റവും പ്രശസ്തവും ഏറ്റവും വലുതും ഏറ്റവും എക്സ്പെൻസീവായ ഒരു ഹോട്ടലുകളിലൊന്ന് വേണമെങ്കിൽ അത് ഏറ്റവും എക്സ്പെൻസീവായ ഒരു ഹോട്ടലിൽ നിന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഉച്ചക്കത്തെ ബഫെ ലഞ്ചിന് ഇവിടെ കോസ്റ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് 2000 പ്ലസ് ടാക്സസ് ഒക്കെയാണ്. ഒരു 2500 പിടിച്ചോ. എന്നാലും എറണാകുളത്തു നിന്ന് ഒരാൾ കാർ ഓടിച്ച് ഇവിടെ വന്ന് ഡ്രൈവറെ വെച്ച് അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. എറണാകുളത്തു നിന്നും പുറത്തുനിന്ന് നോക്കാം. അപ്പോൾ അവർ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി 2500-3000 രൂപയോളം ട്രാവലിംഗ് എക്സ്പെൻസോട് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേ ഹയാത്തിൻ്റെ മീറ്ററുകൾ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുന്ന ഒരു ഒറ്റമുറി വീടാണ്. ഒരു ഒറ്റമുറി വീട്. അതിൻ്റെ കയറി വരുമ്പോൾ തന്നെ അവരുടെ ഡ്രസ്സ് അലക്കിയിട്ടേക്കുന്നു. കണ്ടില്ലേ? അതിൻ്റെ അപ്പുറത്തൊക്കെ ഇതിൻ്റെ ഇപ്പുറമൊക്കെ ഈ ഒറ്റമുറി വീടുകളൊക്കെയാണ്. അപ്പോൾ അതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നണ ഒരു 3000-4000 രൂപ അല്ലെങ്കിൽ 2500 രൂപയ്ക്കൊക്കെ റെൻറ്റിന് താമസിക്കുന്ന ആൾക്കാരാണ് ഒരു മാസം. അപ്പോൾ അത് ഇവിടെ നിന്ന് മുംബൈ ചെന്നാലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ചെന്നാലും ഇങ്ങനെ വളരെ നമുക്ക് കൗതുകം എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് വേദനാജനകമായ ഒരു കാഴ്ചയല്ലേ. ഈ പാലത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്ന, പാലത്തിൽ നിന്ന് ചൂണ്ടയിട്ട് പിടിക്കുന്ന സ്ഥലമാണ്. ഇവിടെ നമ്മുടെ ആംഗ്ലിങ്ങിലുള്ള നമ്മുടെ ജോസേട്ടൻ്റെയൊക്കെ സ്ഥലം എന്ന് തോന്നുന്നു കേട്ടോ. ജോസേട്ടൻ എന്നൊക്കെ പറഞ്ഞ് പല ഗ്രൂപ്പുകളിലുള്ള നമ്മുടെ ഒരു കക്ഷിയുണ്ടല്ലോ. ഇതിപ്പോൾ ഈ ഉച്ച സമയമൊക്കെ ആയത് കാരണം അധികം ആൾക്കാരില്ല, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മൾ ക്ലബ് മഹേന്ദ്രയുടെ ഏതാണ്ട് അടുത്തെത്തിയിട്ടുണ്ട്. ഇത് മറ്റേ കടലോര റിസോർട്ടിൻ്റെയൊക്കെ അടുത്തുള്ള ഭാഗമാണ്. ഇവിടെ ചെറായിലേക്കൊക്കെ വന്നവർക്കൊക്കെ അറിയാം. എപ്പോൾ വന്നാലും കരിമീനും അങ്ങനെയുള്ള മീനുകളെയൊക്കെ പിടിക്കാനുള്ള നല്ലൊരു ഓപ്ഷനുള്ള ഒരു സ്ഥലമാണ് ക്ലബ് മഹേന്ദ്രയുടെ ബീച്ച് റിസോർട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ എവിടെയും കൊണ്ടാണ് ഇതിൻ്റെ വലതുവശം കാണുന്നത് മുഴുവൻ കടലാട്ടോ. കടൽ ഭിത്തി കാണാം. ഇതാണ് ക്ലബ് മഹേന്ദ്ര ബീച്ച് റിസോർട്ട്. ബൈക്ക് എവിടെ പാർക്കിംഗ്? അങ്ങനെ നമ്മൾ ക്ലബ് മഹേന്ദ്രയുടെ ബീച്ച് റിസോർട്ട് എത്തി. ഇവിടെ ഇപ്പോൾ ഗംഭീര ഫിഷിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ പോണ്ടൊക്കെ കാണുന്നുണ്ട്. പോണ്ടിൽ ഒരുപാട് കാറ്റഗറിയിലുള്ള സാധനങ്ങൾ, കട്ട്ലയൊക്കെയാണെന്ന് തോന്നുന്നു, ഒക്കെ ഇറങ്ങി കിടപ്പുണ്ട്. കാണിച്ചു തരാം. കരിമീൻ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല.
ഇഷ്ടം പോലെ കരിമീനുണ്ട്. ഫ്രണ്ട്സ്, ക്ലബ് മഹീന്ദ്രയുടെ ലോബിയിലെത്തി. എനിക്കിവിടെ ഒരു 1 നൈറ്റ് സ്റ്റേ ഓഫർ ചെയ്ത കൂട്ടുകാർ നല്ല കട്ട പോസ്റ്റാണ് വന്നേക്കുന്നത്. ഏകദേശം ഇപ്പോൾ ഒരു 1.5 മണിക്കൂറായി ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, ഇവിടെ നല്ല കട്ട പോസ്റ്റാണ്. ഇതിപ്പോൾ ക്ലബ് മഹീന്ദ്രയുടെ പൂൾ ഏരിയ ഫിഷിംഗ് ഏരിയയിലാണ്. ഇവിടെ ഒരുപാട് മീൻ കിട്ടുന്നത്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഫിഷ് ചെയ്യുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. അവർ വരുമ്പോഴത്തേക്ക് ഇവിടെ രാത്രിയാകും. മിക്കവാറും നാളെ ഇനി ഫിഷിങ്ങാണ് അപ്പോൾ. ഇവിടെ ഒരുപാട് പേര് ഫിഷ് ചെയ്യുന്നുണ്ട്. പക്ഷേ ക്ലബ് മഹീന്ദ്രയുടെ സ്റ്റാഫാണ് ഈ നിൽക്കുന്ന ആൾ. പുള്ളി ഫിഷ് ചെയ്തിട്ട് കരിമീനൊക്കെ പിടിക്കാനുണ്ട് കേട്ടോ. അതിൽ ഏറ്റവും വലിയ സംഭവം എന്താണെന്നറിയോ? നമ്മുടെ ഈ കണമ്പിനെ പിടിക്കുന്ന പോലെ ബ്രെഡ് വെള്ളത്തിൻ്റെ മുകളിൽ പൊക്കിയിട്ടിട്ട് പോലും ഇവിടെ കരിമീൻ വെള്ളത്തിൻ്റെ മുകളിൽ വന്ന് വെട്ടിക്കൊണ്ട് പോവുക. ഇവിടെ മീനടിക്കുന്ന വെച്ച കേട്ടോ. വെള്ളത്തിൻ്റെ മുകളിൽ വന്ന് കരിമീൻ വന്ന് തീറ്റ വെട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. നമ്മൾ അറിയുന്നതിൽ മിക്കതും കരിമീനാട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് ഒത്തിരി വൈകുന്നു. അപ്പോൾ ഞാനിവിടെ ഫിഷിംഗ് ഏരിയയിൽ വന്ന് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് കണമ്പിനെയാണ് കിട്ടിയേക്കണം. കണമ്പ്, കരിമീൻ, അങ്ങനെ പല സാധനങ്ങളും ഉണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കൊരു കണമ്പും കുഞ്ഞിനെയാണ് കിട്ടിയേക്കണം. കണമ്പും കുഞ്ഞ് ഏകദേശം ഒരു 250 ഗ്രാംസ് 250 ഗ്രാംസൊക്കെ ഉള്ള ഒരു കണമ്പും കുഞ്ഞ്. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നേക്കുന്ന ഗസ്റ്റിൻ്റെ ചൂണ്ട കടം മേടിച്ചിട്ട് ഞാൻ ചുമ്മാ ഒന്ന് ട്രയൽ നോക്കിയതാണ്. അപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ മീനുണ്ട് കേട്ടോ. കണമ്പുണ്ട്, കരിമീൻ. അടുത്തത് That is straight luck. Can you share the picture back to me? Yeah. That is It's straight camera. luck. It's too hard to. I'm telling I'll Kaku. send the video. I am telling Kaku. Give me your mail ID. That's it. Dadu, Kaku's gonna be pretty proud of you. But he told me that the thing is too big. You snap it out quickly. Wait up, let me take the photo. This is your first catch, sir? Yes, my first catch. In your life. No, in the life I've caught murras. Oh. I've caught murras. Murras we put book fight, but this one I was unable to catch. There was so many biting all the time. Yeah. But what you did was the right thing. Keep it very small. Yeah. അപ്പോൾ എൻ്റെ ഒരു ശിഷ്യനായിട്ട് വരും കേട്ടോ. പുള്ളി കുറേ നേരമായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. We keep making the weight bigger and bigger, thinking that it's better, but that's not true. Because you said it's a small lips and they won't take it all the food at a time. Okay. They will just got it. suck it and Nibble at it. I'm telling Kaku. നല്ല ഹുക്കാണ്. Get Ria here. Oh my! Are you okay? Yeah. Somebody Keep it here on the side. this tiny hook. La beta, you there? Give me the atta. Okay. Thank you so much for your help. Appreciate it. You're welcome. Yeah. That's okay. Now we can. Come closer. Ria, come here. Please put them back. He zoomed it in. He zoomed it in. Please. അപ്പോൾ കിട്ടിയേക്കുന്ന കണമ്പ് ഇത് ഒരു 1/2 കിലോ അടുത്ത് വെയിറ്റ് വരുന്നതാണ്. 2 ചെറുത്. बेटा इधर आओ बच्चों आ जाओ. അപ്പോൾ നമ്മൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്തേക്കാണ്. ഈ പുള്ളിയാണ് ഇതിലെ മെമ്പർ. പുള്ളിയാണ് സ്പോൺസർ ചെയ്തേക്കണത്. ഞാൻ ഓസാണ്. ഇവിടുത്തെ ഫുഡ് കോസ്റ്റ്ലി ആയത് കാരണം ഞങ്ങൾ പുറത്ത് പോയിട്ട് തട്ടുകടയിൽ നിന്ന് കഴിക്കാമെന്നാണ് സ്പോൺസർ പറയുന്നത്. അതായത് നമ്മൾ ചെറായിലേക്ക് വരുമ്പോഴത്തേക്കും ചെറായി ബീച്ച് സെൻറ്റർ എന്ന് പറയുന്ന സ്ഥലം ഇതാണ്. ഒരു ചെറിയൊരു ഏരിയ കേട്ടോ. കുറച്ച് വാക്ക് വേയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. 2 പട്ടികൾ തിരയിൽ കിടന്ന് കളിക്കുന്നത്. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും എന്തോ വേസ്റ്റോ അങ്ങനെ എന്താണ്ട് തിരയിൽ കൂടി വരുന്നത് നോക്കി എന്നിട്ട് ഇവർ കടലിലിറങ്ങി എടുക്കുക.
എന്ത് സാധനം എന്നറിയില്ല, എനിക്ക് തോന്നുന്നു കോഴി വേസ്റ്റോ അല്ലെങ്കിൽ എന്തിൻ്റെയോ വേസ്റ്റോ അങ്ങനെ എന്തോ. യുവന്മാർ കടലിൽ ഇറങ്ങി നിന്നിട്ട് എന്തൊക്കെയോ പിടിക്കുന്നുണ്ടായിരുന്നു. അതായത് വേസ്റ്റ് കടലിൽ കൂടി ഒഴുകി വരുന്നത് തിന്നിട്ട് അതെല്ലിൻ്റെ ഇടയിൽ കയറിയിട്ട് അതിനുള്ള കടിപിടിയാണ്. രാത്രി സമയങ്ങളിൽ നല്ല ഫീലുള്ള ഒരു ബീച്ചാട്ടോ, സേഫാണ്. ഒപ്പം നിയമപ്രകാരമുള്ള മുന്നറിയിപ്പുമുണ്ട്. ഇപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നേക്കണം. തനിനാടൻ രുചിക്കൂട്ട് ശിവേട്ടൻ്റെ കട, ക്ലബ് മഹേന്ദ്രയിൽ മെമ്പർഷിപ്പുള്ള നമ്മുടെ സുഹൃത്ത് ബാലിച്ചേട്ടൻ. അപ്പോൾ ബാലിച്ചേട്ടൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഇവിടെ വരാറുണ്ട്. അപ്പോൾ അത് കാരണം തേടി പിടിച്ച് ഇവിടെ വന്നതാണ്. കക്ക കഴിഞ്ഞു കേട്ടോ. ചെമ്മീൻ കറി. എന്താ ചേട്ടാ? കല്ലിമക്കായ, മുരിങ്ങ ഇറച്ചി. എന്ത് സാധനം ചേട്ടാ? ബീഫ് ഫ്രൈ, ബീഫ് റോസ്റ്റ്. നല്ലൊരു ആംബിയൻസ് ഫീലും ഒക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ ഓർഡർ ചെയ്തേക്കുന്നത് ഒന്ന് പുട്ട്, പിന്നെ 2 പേര് ബീഫ് റോസ്റ്റാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ഇത് സ്പെഷ്യലായിട്ട് നമ്മളിതൊരു ഫുഡ് വ്ളോഗായിട്ടൊന്നും നമ്മളിത് കാണുന്നില്ലാത്ത കാരണം പറയുന്നില്ല. പക്ഷേ പറയാതെ വയ്യ, ഇത് കഴിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതൊന്ന് പറയണമെന്ന് വിചാരിച്ചാൽ. മുരിങ്ങ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. മുരിങ്ങ ഇറച്ചി. ഈ കല്ലിമേക്ക പോലെയൊക്കെ തന്നെയുള്ള ഒരു സാധനമാണ് ആ സാധനം. സൂപ്പർ. അപ്പോൾ ഇത് ഒരുപാട് ആൾക്കാർ ട്രൈ ചെയ്യാത്തൊരു സാധനമായിരിക്കും. അത് അടിപൊളി. എങ്ങനെയുണ്ട്? അടിപൊളി. ഇത് മുരിങ്ങ കല്ലിമേക്കായ അല്ല, അത് മുരിങ്ങ. ഒരു കക്കാർച്ചിയുടെയൊക്കെ ഒരു വേറൊരു ഫോം. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി കാതര ഹൃദയ സരോവയിൽ നിറുകയിൽ ഹൃദയാങ്കുലിയാകൂ മംഗളമഞ്ജുളമന്ദസ്മിതം തൂകൂ കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി വിദ്യാവിലാസിനി പരവർണിനി ശിവകാമേശ്വരി ജനനീ വിദ്യാവിലാസിനി വരവർണിനി ശിവകാമേശ്വരി ജനനീ അവിടുത്തെ സന്നിധി നേരുസനങ്ങളിൽ കതിർ നീ ചൊരിയൂ ജന്മം. ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ രാവിലെ തന്നെ തുടങ്ങുമെന്ന് വിചാരിച്ചിരിക്കുക. കരിമീനൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇന്നലെ രാത്രി ഒരു 12:30 ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ കരിമീനൊന്നും തീറ്റെടുക്കുന്നില്ല. ലൈറ്റ് ഇല്ലാത്ത കാരണം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ലൈറ്റ് അടിച്ചിട്ട് തീറ്റിട്ട് നോക്കി, എന്നിട്ടും ഒരു രക്ഷയില്ല. അപ്പം ഇന്ന് രാവിലെ എന്തായാലും എന്തെങ്കിലുമൊക്കെ സാധനമൊക്കെ കിട്ടുമായിരിക്കും. ഞാനേ വ്ളോഗ് ചെയ്യുമ്പോഴത്തേക്ക് ഇവൻ കളിയാക്കണം. എന്നാ പിന്നെ ഫ്രൈമി കയറ്റി കഴിയുമ്പോഴത്തേക്കും വ്ളോഗ് ചെയ്യാനൊന്നും അറിയില്ല, വെറുതെ ചാടി കുറെ ക്യാമറയും സാധനമൊക്കെ മേടിച്ച് കണ്ടവാണ് കാശും കളഞ്ഞു.
എന്തൊക്കെയോ മീൻ കൊത്തുന്നുണ്ട്, പക്ഷേ ഭയങ്കര ചെറിയ മീനാണ് കൊത്തുന്നത്. കാരണം ഒരു കുഞ്ഞ് ഫ്ലോട്ട് കെട്ടിയിട്ടിട്ടാണ് ഞങ്ങൾ ചൂണ്ടയിടുന്നത്. അതിൻ്റെ അത് ഇങ്ങനെ ചിണുക്കി ഇങ്ങനെ ഇരിക്കുക, ഒരു വലിയ. ഇവിടെ നല്ല ഫിഷ് ആക്ടിവിറ്റി ഉണ്ട്, പക്ഷേ നമ്മുടെ ചൂണ്ടയിലൊന്നും കൊത്തണില്ല. മീൻ നന്നായിട്ട് മറിഞ്ഞു പോകുന്നുണ്ട്. ഇവിടെ വല വീശി ഇവർ മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ കാണിച്ചു തരാം. അവർ തീറ്റ ഇട്ടിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് വീശുന്നത്. വാ, കണമ്പ്, പൂമീൻ, കരിമീൻ. ഇത് വേറൊരു മീനുണ്ടല്ലോ ഏട്ടാ, അതെന്ത് സാധനം? തോടി. വെള്ള ഇതിൻ്റെ അത് കണമ്പാണ് മെയിൻ സംഭവം. വേറൊരു സാധനം തോടി. നമ്മൾ മീൻകാരൊക്കെ കൊണ്ടുവന്നിട്ട് ഈ സാധനം കണ്ടിട്ടുണ്ടാവുള്ളൂ. കംപ്ലീറ്റ് തോടിയാണ് കേട്ടോ, മുള്ളുള്ള മീനാണ്. പക്ഷെ നമ്മൾ കടലിൽ നിന്ന് മീൻകാരൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മളിത് കണ്ടിട്ടുള്ളൂ. വീശി കിട്ടുന്ന ആദ്യമായിട്ടാണ് കാണുന്നത്. യെസ്, അങ്ങനെ വളരെ കഷ്ടപ്പെട്ടു ഒരു തീക്കിരിക്കാളിനെ പിടിച്ചു. കരിമീനാണ്. പൂച്ച എവിടുന്നു? കരിമീൻ. ഇതാണ് കരിമീൻ. ഇത് എത്ര ഗ്രാം ഉണ്ടാവും? ഇതൊരു 400 ഗ്രാം ഉണ്ടാവും. 400 ഗ്രാം, 300-400 ഗ്രാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ കരിമീൻ പിടുത്തം നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കരിമീൻ കിട്ടുന്നുണ്ട്, വളരെ ചെറിയ സൈസാണ്. അപ്പോൾ ഇന്നത്തെ ഫിഷിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ എല്ലാവരും 3 പേരും 3 വഴിയിലേക്ക് പോവുകയാണ്. ഞാൻ ബൈക്കിലാണ്, ഇവർ 2 പേരും. ഇത് അഭിലാഷ് ധർമ്മദാസ് അല്ലേ? സുഹേലൊരു ടാക്കിൾ ഷോപ്പൊക്കെ ഉള്ള കേട്ടോ. സൈൻ അപ്പ് ഫ്രം ക്ലബ് മഹേന്ദ്ര.